ഹലോ അമീഗോസ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 3. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജമൈക്കയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത്. അതെല്ലാവരും കണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കാണണേ. ജമൈക്കയുടെ ആ എക്സ്പ്ലോറിങ്ങും പിന്നെ ക്ഷീണവും ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് കർട്ടൻസ് ഒന്ന് മാറ്റിയപ്പോൾ കണ്ടത്, എൻ്റെ പൊന്നെ, ഇതെന്താ ഗ്രാൻഡ് കമാനിലെ ഈ നീല വെള്ളം! ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടർ എന്ന് പറയുന്നത് ഇതാണ്. വെൽക്കം ടു പോയാലോ അമിഗോസ്. നമ്മുടെ ഈ ക്രൂസ് സീരീസ് നിങ്ങൾ എൻജോയ് ചെയ്യുവാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കണേ പ്ലീസ്. പിന്നെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. കമൻറ്റും ചെയ്യൂ, എന്നാലല്ലേ നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗ്രാൻഡ് കൈമൻ ഐലൻഡ് ഒന്ന് ചുറ്റി കാണണ്ടേ? ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഷിപ്പിൻ്റെ ഡെക്കിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താന്ന് പറയുമ്പോൾ, ഈ ഗ്രാൻഡ് കൈമനിൽ നമ്മുടെ ഈ വലിയ ഷിപ്പിന് തുറമുഖത്തിലേക്ക് അടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ കുറേ കോറൽ റീഫ്സ്, അതായത് പവിഴപ്പുറ്റുകളുണ്ട്. ഷിപ്പ് അടുക്കുന്നത് ഈ പവിഴപ്പുറ്റുകൾക്ക് ദോഷമായതുകൊണ്ടാണ് നമ്മൾ ടെൻഡർ ബോട്ടിലേക്ക് മാറുന്നത്. അവിടെ കുറച്ച് നടക്കണം. നടന്നിട്ട് നമ്മൾ ആ ടെൻഡർ ബോട്ടിലേക്ക് കയറിയതിന് ശേഷം അവിടുത്തെ ബോട്ട് റൈഡാണ്. ഈ ബോട്ട് റൈഡ് തന്നെ ഒരു 15 മിനിറ്റ്സ് ഉണ്ട്. പക്ഷേ ആ 15 മിനിറ്റ്സ് നമുക്ക് ബോറടിക്കില്ല. കാരണം വെള്ളത്തിലേക്ക് നോക്കിയാൽ താഴെയുള്ള കോറൽസും മീനുകളെയും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നമുക്ക് കാണാം. ഒരു സമാധാനമായിട്ടുള്ളൊരു വൈബാണ്. പിന്നെ കരയ്ക്കെത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കരേബിയൻ എനർജി നമുക്ക് ഫീൽ ചെയ്യും. ജോർജ് ടൗണിലെത്തിയാൽ പിന്നെ നമുക്ക് അവിടുത്തെ കളർഫുൾ ബിൽഡിങ്സും ഷോപ്സും പിന്നെ നല്ല തിരക്കും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കരയ്ക്കെത്തി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ജോർജ് ടൗൺ. നമുക്ക് ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പിന്നെ നല്ല കളർഫുൾ ബിൽഡിങ്സ് ആണ്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഐറ്റംസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 3 ഐലൻഡ് ഒന്നിച്ചാണ്. അതായത് ഗ്രാൻഡ് കൈമൻ, കൈമൻ ബ്രാഗ്, പിന്നെ ലിറ്റിൽ കൈമൻ. ഇതാണ് ആ 3 ഐലൻഡ്. ഈ 3 ഐലൻഡിലെ ഏറ്റവും വലിയ ഐലൻഡാണ് ഗ്രാൻഡ് കൈമൻ. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് പറയുമ്പോൾ, ഇവിടെ ഇൻകം ടാക്സ് ഇല്ല. ടാക്സ് ഫ്രീ സോൺ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ബാങ്ക്സും വലിയ കമ്പനീസും നമുക്ക് കാണാം. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. പിന്നെ ഈ ഗ്രാൻഡ് കൈമൻ്റെ മറ്റൊരു പേര് അറിയാവോ ഗൈസ് നിങ്ങൾക്ക്? അതിൻ്റെ മറ്റൊരു പേരാണ് ടർട്ടിൽ ഐലാൻഡ്. കാരണം പണ്ട് കൊളംബസ് ഇവിടെ വന്നപ്പോൾ അന്ന് ഒത്തിരി ആമകളെ ഇവിടെ കണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിന് ടർട്ടിൽ ഐലാൻഡ് എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അറിയില്ല. കരയിലെത്തിയാൽ പിന്നെ ഗ്രൂപ്പായിട്ട് നിൽക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ എക്സ്പ്ലോർ ചെയ്യാം. ഷോപ്പിംഗ് ചെയ്യുന്നവർക്ക് ഷോപ്പ് ചെയ്യാം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാം. ഈവനിങ് 6 മണിയാകുമ്പോൾ തിരിച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ലോക്കൽ ട്രാൻസിറ്റ് വെച്ച് അവിടുത്തെ ഫേമസ് ആയ 7 മൈൽ ബീച്ചിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ ഒത്തിരി ടാക്സീസ് പിന്നെ ക്യാബ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് പോകണം അങ്ങനെ നിർബന്ധമില്ല. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഈ അരവിന്ദിൻ്റെ അതിഥികൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒത്തിരി പേര് ട്രാൻസിറ്റ് കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ടൂറിസ്റ്റിനെ വെൽക്കം ചെയ്യും. കാരണം ക്രൂസ് ഇറങ്ങി കഴിയുമ്പോൾ ഒത്തിരി പേര് എക്സ്പ്ലോർ ചെയ്യാൻ വരും എന്ന് അവർക്കറിയാം. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിസരത്തായിട്ട് നമുക്ക് ഈ ട്രാൻസിറ്റ് അവർ കാണാൻ പറ്റും. അങ്ങനെ ഈ ട്രാൻസിറ്റിൻ്റെ ഡെസ്റ്റിനേഷനാണ് 7 മൈൽ ബീച്ച്. അങ്ങനെ നമ്മൾ 7 മൈൽ ബീച്ചിലേക്ക് എത്തി. പേര് പോലെ തന്നെ അതൊരു 7 മൈൽ നിവർന്ന് കിടക്കുന്ന ഒരു ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടുത്തെ മണലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല വെള്ള കളറായിരിക്കും. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ വെള്ളത്തിനെ കുറിച്ച് പറയണ്ടല്ലോ, കാരണം അത് നല്ല ക്ലിയർ വാട്ടറാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇത് മൊത്തം പബ്ലിക് പ്രോപ്പർട്ടിയാണ്. സോ ഏത് ഒരു വലിയ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നാലും ആരും ചോദിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. ഷോപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്തെങ്കിലും കഴിച്ചിട്ട് വയറ് നിറച്ചിട്ടല്ലേ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു എനർജി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കരീബിയൻ സ്പെഷ്യാലിറ്റീസ് ട്രൈ ചെയ്തു.
നല്ല ഫ്രഷ് സീ ഫുഡും ലോക്കൽ സ്പൈസസും. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ ഫുഡ്. മൊത്തവും സീ ഫുഡാണ്. അല്ല വേറെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. ബട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേരും സീ ഫുഡാണ് ട്രൈ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ജെറ്റ് സ്കീയിങ് ചെയ്തു. പക്ഷെ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഫോൺ മാറ്റി വെച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചില മൊമെൻറ്റ്സ് നമ്മൾ അങ്ങനെയും എൻജോയ് ചെയ്യണമല്ലോ. സോ അതുകൊണ്ടാണ് അങ്ങനെ ജെറ്റ് സ്കീയിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരു 6 മണിയാകാറായപ്പോൾ നമ്മൾ ക്രൂസിലേക്ക് തിരിച്ചെത്തി. പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ഗ്രാൻഡ് കൈമനിലെ സൺസെറ്റാണ്. നല്ല ഓറഞ്ചും റെഡും മിക്സ് ആയ ഒരു സ്കൈ. സ്ലോ ലീവിങ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതാണ്. നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുക. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റ് ലൈഫാണ് ജീവിക്കുന്നത്. നമ്മളെപ്പോഴും സ്പീഡായിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു 30 സെക്കൻഡ്സ് വീഡിയോ അത് സ്ലോ ആയാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ ആക്ച്വലി ട്രെയിൻ ആയിപ്പോയി ഈ ഫാസ്റ്റ് ലൈഫ്, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് വേണം, പെട്ടെന്ന് കാണണം, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നത് തന്നെ ഈ ഫാസ്റ്റ് ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. സോ നമ്മളെപ്പോഴും ഡെയിലി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഒരു വാക്കിന് പോയി നമ്മളൊന്ന് സ്ലോ ഡൗൺ ആവാൻ ശ്രമിക്കുക, ഒരു പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് കാമാവും. എൻ്റെ ലൈഫും ഭയങ്കര ഫാസ്റ്റാണ്, ബിസി ലൈഫാണ്. സോ ഒന്ന് സ്ലോ ആവാൻ വേണ്ടിയിട്ട് ഒരു വാക്കിന് പോകുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന എന്തെങ്കിലും മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യണം എന്നെനിക്ക് തോന്നി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ 30 ഡേയ്സ് സീരീസിൽ ആ ഷോർട്സിൽ ഞാൻ ഇടുന്ന Day 1 Day 2 ഞാൻ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എത്ര പേര് അത് കണ്ടു എന്ന് എനിക്കറിയില്ല, അത് കാണാനുള്ള ക്ഷമയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു സ്ലോ ലൈഫ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളവർക്ക് ജസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളും എന്താ നമ്മുടെ ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും കുറേ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കാണും. അതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ നോട്ടീസ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് റിലാക്സ് ചെയ്യാൻ നമ്മൾ നോക്കുക. ഇതൊരു ലെക്ചർ ക്ലാസ് ഒന്നും അല്ല കേട്ടോ, ബട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് ലൈഫിന് നല്ലതായിരിക്കും. ഒന്ന് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞാൻ ഈ പറഞ്ഞത് അത്രയും പോർഷൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമാണ്. എനിക്കറിയില്ല, ഇതിൽ 60-70% ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, സ്ലോലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, സോ ബാക്ക് ടു അവർ ക്രൂസ് ജേർണി. അങ്ങനെ ഒരു 6 മണിയോടുകൂടി ക്രൂസിൽ തിരിച്ചെത്തി. നമ്മൾ കണ്ടത് ഒരു നൈറ്റ് വൈബാണ്. ആ ഒരു നൈറ്റ് വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ബിക്കോസ് ഇറ്റ്സ് സ്കാർലറ്റ് നൈറ്റ്. ക്രൂസ് മൊത്തവും നല്ല ചുവപ്പിൽ മുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഈ പാർട്ടിയുടെ തീം റെഡാണ്. ഈ പാർട്ടിക്ക് ഉള്ളൊരു പ്രത്യേകത, എല്ലാവരും റെഡ് ഡ്രസ്സ് തന്നെ ഇടണം. അത് ഒരു റൂളാണ്, മസ്റ്റ് റൂളാണ്. ഈ നൈറ്റിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റേജ് ഷോസ് കാണും. ദ റെഡ് റൂമിലെ സ്പെഷ്യൽ പെർഫോമൻസസ് ഉണ്ടാവും. ഇത്ര വലിയൊരു പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ ആ ലൈറ്റിങ്, ആ മ്യൂസിക്, എല്ലാവരും നല്ല വൈബിലായിരുന്നു കേട്ടോ. ക്രൂസ് ഷിപ്പിൽ പൂൾ ഡെക്ക് മൊത്തം ഒരു വലിയ ഡാൻസ് ഫ്ലോറായിട്ട് മാറി. സ്കാർലറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ വിർജിൻ വോയേജസിൻ്റെ ഒരു സിഗ്നേച്ചർ പാർട്ടിയാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യും. ഷൈ ആയിട്ടുള്ളവരും ഡാൻസൊക്കെ കളിക്കും കേട്ടോ. ഫുൾ സെലിബ്രേഷൻ മോഡായിരിക്കും. ക്രൂസ് ലൈഫിൻ്റെ ഏറ്റവും നല്ല പാർട്ട് ഇതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി വൈബ്സാണ്. എല്ലാവരും റെഡ് ആൻഡ് ബ്ലാക്ക് തീമൊക്കെ ഇട്ട്, റെഡാണ് അവരുടെ മെയിൻ, ബട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ല ഒരു ഡേ അവിടെ അവസാനിച്ചു. കുറേ നല്ല കാഴ്ചകൾ, നല്ല ഫുഡ്, പിന്നെ ആ സ്കാർലറ്റ് നൈറ്റിൻ്റെ എനർജി. മോർണിംഗ് ഒരു കാം പീസ്ഫുൾ വൈബ്, ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു പാർട്ടി വൈബ്. വീഡിയോസിൽ കുറച്ചേ ഉള്ളൂ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കുറേയൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ഇനിയുള്ള വീഡിയോസ് നല്ല അടിപൊളിയാക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ ബിമിനി ഐലൻഡും പിന്നെ നമ്മുടെ ക്രൂസിൻ്റെ ചെക്കൗട്ടും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.